لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه وصلى الله على നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കുവൈറ്റ് QLS വിംഗ് ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, ഞാൻ നല്ല ആളാണോ ചീത്ത ആളാണോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ കഴിയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇബ്നു മസ്ഊദേ, നീയുമായി സഹവസിക്കുന്ന ആളുകൾ നിന്നെക്കുറിച്ച് നല്ലതാണ് പറയുന്നത് എങ്കിൽ നീ നല്ലയാളാണ്. നീയുമായി ബന്ധപ്പെട്ട ആളുകൾ നിന്നെക്കുറിച്ച് ചീത്തയാണ് പറയുന്നത് എങ്കിൽ നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, മാതാപിതാക്കൾ, രക്തബന്ധുക്കൾ, ദാമ്പത്യ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, അയൽവാസികൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ, അങ്ങനെ പല പല ബന്ധങ്ങൾ, അവരൊക്കെ നിന്നെക്കുറിച്ച് മോശമാണ് പറയുന്നത് എങ്കിൽ നീ മനസ്സിലാക്കണം, നീ മോശപ്പെട്ടയാളാണ് എന്ന്. ഒരിക്കലും ഒരാളെയും അയാളുടെ ആരാധന കർമ്മങ്ങൾ കണ്ട് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല എന്നർത്ഥം. നന്മകളുടെ വിത്തുത്സവ കാലഘട്ടമാണ് വിശുദ്ധ റമദാൻ. കുറേ കർമ്മങ്ങളിൽ മത്സരിച്ച് മുന്നേറേണ്ട മാസം. 1 മുതൽ 70 വരെ, 70 മുതൽ 700 വരെ, ചിലപ്പോഴൊക്കെ 1000 മാസത്തേക്കാൾ പുണ്യമെന്ന് ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന മഹത്തായ പ്രതിഫലങ്ങൾ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്ന മാസമാണ് റമദാൻ. അവിടങ്ങളിലെല്ലാം പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു മേഖലയാണ് ഒരു നല്ല മനുഷ്യനായി മറ്റുള്ളവർക്കിടയിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടയാളായി ജീവിക്കാൻ കഴിയുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാൽ ഖുർആൻ പറഞ്ഞു, വലൗ കുന്ത ഫല്ലൻ അലീലൽ ഖൽബ് ലം ഫല്ലു മിൻ ഹൗലിക്. പ്രവാചകരെ, താങ്കളെങ്ങാനും കഠിന ഹൃദയനും പരുഷ സ്വഭാവിയുമായിരുന്നെങ്കിൽ ആളുകൾ ഇങ്ങനെ ചുറ്റുപാടിൽ നിന്ന് അകന്നകന്ന് പോകുമായിരുന്നു. നമസ്കാരത്തിനും നോമ്പിനും മറ്റനേകം കർമ്മങ്ങൾക്കും നമ്മൾ കാണിക്കുന്ന വാശിയും മാത്സര്യബോധവും പലപ്പോഴും നന്മകൾ ചെയ്യേണ്ടടുത്ത് കാണിക്കുന്നില്ല എന്നതാണ് വളരെ സങ്കടകരമായ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയാണ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ ജനങ്ങളിൽ ഏറ്റവും ജനങ്ങൾക്ക് ഗുണമുള്ളയാളാണെന്ന്. എന്നിട്ട് വിശദീകരിക്കാൻ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സന്തോഷം വരുന്ന കാര്യം ചെയ്യുക. റസൂലുള്ളാഹി വിശദീകരിച്ചു, ചെയ്യാൻ ഒരാളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒന്ന് പുഞ്ചിരിച്ചാൽ അതുപോലും പുണ്യകരമായ പ്രതിഫലാർഹമായ കാര്യമാണ് എന്നാണ്. ഒരാളുടെ വിഷമം മാറ്റിയാൽ, അയാളുടെ കടം വീട്ടിയാൽ, പട്ടിണി അകറ്റിയാൽ, അതൊക്കെയാണ് ഏറ്റവും മഹത്തായ കാര്യങ്ങളെന്ന് അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞൊരു വാചകം നോക്കൂ, സഹോദരൻ്റെ ആവശ്യത്തിന് വേണ്ടി അയാളുടെ കൂടെ നടക്കുന്നതാണ് എൻ്റെ ഈ പള്ളിയിൽ, മദീന പള്ളിയെക്കുറിച്ച് നമുക്കറിയാലോ, 3 പള്ളിയിലേക്കാണ് പുണ്യം പ്രതീക്ഷിച്ച് പോകാൻ പാടുള്ളൂ. ലക്ഷത്തോളം പ്രതിഫലം കിട്ടുന്ന മസ്ജിദുൽ ഹറാം, ആയിരക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന മസ്ജിദ് നബവി, ആ നബവിയെക്കുറിച്ചാണ്, മസ്ജിദ് നബവിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഈ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നത്. എങ്ങനെ ഇഅ്തികാഫ്? 1 മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയങ്കരം എന്താണെന്നറിയോ? വേറൊരാൾക്ക് വേണ്ടി ജീവിക്കാൻ, വേറെ ഒരാൾക്ക് വേണ്ടി നടക്കാൻ, വേറെ ഒരാളെ സഹായിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ സമയം മാറ്റിവെക്കാൻ തയ്യാറാവുക എന്നാണ്. വസ്സാബിഖൂന സാബിഖൂൻ എന്നാണ്. മുന്നേറ്റം നടത്തിയ ആളുകൾ അള്ളാഹിൻ്റെ കോടതിയിലും മുന്നേറ്റക്കാർ തന്നെയായിരിക്കുന്നതാണ്. ഉലായിക്കൽ മുഖറബുൻ, അള്ളാഹിൻ്റെ സാമീപ്യം സിദ്ധിച്ച ആളുകളും അവരായിരിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മുഹാജിറുകളെ അൻസാരികളെയും കുറിച്ച് നോക്കൂ നിങ്ങൾ. എത്ര മനോഹരമായ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ്റെ സൂറ തൗബയിലെ 100-ാമത്തെ വചനം. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകളാകട്ടെ അൻസാരികളാകട്ടെ ആദ്യമായി മുന്നോട്ട് വന്ന് സുഹൃതം ചെയ്ത ആളുകളാണ് അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തായ സ്ഥാനത്തിന് അർഹരെന്നാണ്. ഇനി അവരെ പിൻപറ്റിക്കൊണ്ട് അവരുടേതായ പാത പിൻപറ്റിക്കൊണ്ട് അള്ളാഹിൻ്റെ തൃപ്തി നേടാനായാൽ നിങ്ങളും ആ ഗണത്തിൽ പെടുന്ന. എന്തായിരുന്നു അവരുടെ പാത എന്ന് പറഞ്ഞാൽ, 2 വീടുണ്ടായിരുന്ന അൻസാരികൾ 1 വീട് മുഹാജിറിന് സമ്മാനിക്കാൻ, 2 വാഹനം ഉണ്ടായിരുന്ന അൻസാരികൾ 1 വാഹനം മുഹാജിറിന് സമ്മാനിക്കാൻ, 2 പറമ്പുണ്ടായിരുന്ന ആളുകൾ 1 പറമ്പ് മുഹാജിറിന് വേണ്ടി സമ്മാനിക്കാൻ.
എന്തൊക്കെ രണ്ടെണ്ണം ഉണ്ടോ, ചിലതൊക്കെ അവർക്ക് ആവശ്യമുണ്ടായിട്ട് കൂടി. അടുത്ത ആയത്തിൽ വിശുദ്ധ ഖുർആന്റെ സൂറ ഹശ്റിൽ അതാണ് പറയുന്നത്, അവരുടെ ആവശ്യങ്ങൾ അവർക്കുണ്ട്. വലൗ കാന ബിഹിം ഹസ്വാസ എന്നാണ്. എന്നിട്ട് അവരുടെ ആവശ്യമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പരിഗണന കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. എത്രത്തോളം എന്നാണ് അൻസാരികൾ ഇങ്ങനെ സഹായം ചെയ്യുന്നതുകൊണ്ട്, നന്മകൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ അത്ഭുതപ്പെട്ടു എന്ന് മുഹാജിറുകൾ പറയുന്നത്രയുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയേണ്ടി വന്നില്ലേ, വൗലുൽ അർഹാമി ബഅ്ദുഹും ബിബഅ്ദിൻ ഫീ കിതാബില്ല, അള്ളാന്റെ രേഖയിൽ രക്തബന്ധുക്കൾക്ക് കൂടുതൽ സ്ഥാനമുണ്ട് ട്ടോ എന്ന് പറയേണ്ടി വന്നില്ലേ. രക്തബന്ധത്തെക്കാൾ വലിയ സ്നേഹവും സാഹോദര്യവും പരസ്പര സഹായവും സഹകരണമായിരുന്നു അവർ തമ്മിൽ കാണിച്ചിരുന്നത്. വഫീസാലിക ഫല്യത്തനാഫസിൽ മുത്തനാഫിസുൻ, വിശുദ്ധ ഖുർആന്റെ സൂറ മുത്തഫിഫീനിൽ പറഞ്ഞു, മത്സരിക്കുന്ന ആളുകൾ ഇതിനു വേണ്ടി മത്സരിക്കട്ടെ. നമ്മൾ എപ്പോഴും കേട്ട് പരിചയിച്ചു പോയ രണ്ടായത്തുകൾ, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, മത്സരം ധൃതി കാണിക്കേണ്ടത് അവിടെയാണ്. അവിടെ സാബിഖു ഇലാ മഗ്ഫിറത്തിൻ, രണ്ട് വാക്കുകളാണ് ഖുർആൻ പ്രയോഗിച്ചത്. നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ അത് ആത്മാർത്ഥമായി മാത്സര്യ ബുദ്ധിയോടുകൂടി ചെയ്തു തീർക്കാനുള്ള വാശിയാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. നന്മയിലൊരു വിശ്വാസി മുന്നേറ്റം നടത്തിയാൽ അവർ തന്നെയായിരിക്കും അള്ളാന്റെ അടുക്കൽ മുന്നേറ്റക്കാരെന്ന് വിശുദ്ധ ഖുർആൻ വീണ്ടും വീണ്ടും നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ വിശുദ്ധ റമളാൻ അങ്ങനെ പരസ്പരം നന്മകൾ ചെയ്ത് മുന്നേറാനുള്ള ദിനരാത്രങ്ങളാകട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അള്ളാഹു നമ്മേവരെയും സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.